നിങ്ങൾക്കറിയാമോ, മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വേദനാജനകവും നിർണായകവുമായ ഒരു നിമിഷം ഓർത്തെടുക്കണമെങ്കിൽ നാം കുറച്ചുകാലം പിന്നോട്ട് നടക്കണം. കൃത്യമായി പറഞ്ഞാൽ 80 വർഷം പിന്നിലേക്ക്. അതായത് 1945 ഓഗസ്റ്റ് മാസത്തിലേക്ക്. രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് ലോകം കണ്ട ഏറ്റവും ഭീകരമായ 2 സംഭവങ്ങൾ ജപ്പാനിൽ നടന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണം. ലോകത്തെ ബിഫോർ എന്നും ആഫ്റ്റർ എന്നും 2 ഘട്ടങ്ങളായി വിഭജിച്ച ഈ ആക്രമണങ്ങൾ ജപ്പാനെ മാത്രമല്ല അമേരിക്കയെയും ലോകം മുഴുവനെയും മാറ്റിമറിച്ചു കളഞ്ഞു. ഈ 2 ഉഗ്രസ്ഫോടനങ്ങളും നേരിൽ കണ്ട് അതിൽ തനിക്ക് ചുറ്റുമുള്ളവർ പിടഞ്ഞു വീഴുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന, അല്ലെങ്കിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യനുണ്ട്. ഹിരോഷിമയിൽ വീണ അണുബോംബായ ലിറ്റിൽ ബോയിയും നാഗസാക്കിയിലെ ഫാറ്റ്മാനും അതിജീവിച്ച സുൽസോമു യമഗുച്ചി. അയാളുടെ അവിശ്വസനീയമായ അതിജീവന കഥയാണ് ഇക്കുറി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 അമേരിക്കൻ B-29 ബോംബർ വിമാനമായ എനോള ഗേ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം അധിഷ്ഠിത അണുബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിച്ചതോടെയാണ് മാനവരാശിയുടെ ചരിത്രം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിച്ചത്. ഈ ബോംബ് സ്ഫോടനം ഹിരോഷിമ നഗരത്തെ അഗ്നിയുടെ കൊടുങ്കാറ്റാക്കി മാറ്റി. ഏകദേശം 70,000 പേർ തൽക്ഷണം മരിക്കുകയും 1945 അവസാനത്തോടെ ആകെ മരണസംഖ്യ 1,40,40,000 എത്തുകയും ചെയ്തു. മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണ പൗരന്മാരായിരുന്നു. കുട്ടികളും സ്ത്രീകളുമടക്കം വലിയൊരു വിഭാഗം ഈ ദുരന്തത്തിൽ ഇല്ലാതെയായി. 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ആഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയിൽ പൊട്ടിത്തെറിച്ചു. ഏകദേശം 74,000 പേരുടെ മരണത്തിന് അത് കാരണമാവുകയും ചെയ്തു. ഈ ബോംബുകൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സമാനതകളില്ലാത്തതായിരുന്നു. ഹിരോഷിമയിൽ 70% കെട്ടിടങ്ങളും പൂർണ്ണമായും തകരുകയോ കത്തി നശിക്കുകയോ ചെയ്തു. സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവിൽ വരെ നാശനഷ്ടങ്ങൾ വ്യാപിച്ചു. നാഗസാക്കിയിൽ 6.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായി തകർന്നു. അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ, അതായത് അവരെ ഹിബാക്കുഷ എന്നാണ് അറിയപ്പെടുന്നത്, റേഡിയേഷൻ രോഗങ്ങൾ, ക്യാൻസർ, വിട്ടുമാറാത്ത മറ്റ് അസുഖങ്ങൾ, ഗുരുതരമായ മാനസിക ആഘാതങ്ങൾ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളാൽ ജീവിതാവസാനം വരെ കഷ്ടപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകൾ ഈ ബോംബാക്രമണങ്ങളെ ന്യായീകരിച്ചത് ചില കാരണങ്ങൾ നിരത്തിയാണ്. ജപ്പാന്റെ ഉപാധികളില്ലാത്ത കീഴടങ്ങൾ എന്ന പോട്സ്ഡാം പ്രഖ്യാപനം അംഗീകരിക്കാൻ അവർ വിസമ്മതിച്ചതാണ് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു സഖ്യകക്ഷിയായിരുന്നെങ്കിലും സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ഏഷ്യയിൽ വ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ സാങ്കേതിക സൈനിക മേധാവിത്വം ഉറപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. അണുബോംബ് ആക്രമണങ്ങൾ അമേരിക്കൻ വിദേശ നയത്തിൽ ഒരു നിർണായക മാറ്റത്തിന് കാരണമായി. ഈ ബോംബാക്രമണങ്ങൾ ശീതയുദ്ധത്തിന് തുടക്കമിട്ടു. സോവിയറ്റ് യൂണിയൻ ഇതിനെ അമേരിക്കയുടെ ഭീഷണിയായാണ് കണ്ടത്. ഇതിന് മറുപടിയായി സോവിയറ്റ് യൂണിയനും അതിവേഗം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഹിരോഷിമയ്ക്ക് ശേഷം 4 വർഷത്തിനുള്ളിൽ 1949 അവർ ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചു. ഇത് ആണവായുധ മത്സരത്തിന് വഴിവെക്കുകയും ചെയ്തു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ദുരന്തം ആണവായുധങ്ങളെ നിയന്ത്രിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ശക്തി പകർന്നു. ഈ ശ്രമങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ടതാണ് 1968 ആണവ നിർവ്യാപന ഉടമ്പടി. ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, ആണവ നിരായുധീകരണം കൈവരിക്കുക, ആണവോർജത്തിന്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ. 5 ആണവായുധ രാജ്യങ്ങളെ, അതായത് US, സോവിയറ്റ് യൂണിയൻ, UK, ഫ്രാൻസ്, ചൈന അംഗീകരിച്ച ഈ ഉടമ്പടി മറ്റ് രാജ്യങ്ങളെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. കൂടാതെ 1996 ആണവ പരീക്ഷണങ്ങൾ പൂർണ്ണമായി നിരോധിക്കാനുള്ള സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി പോലെയുള്ള കരാറുകൾക്കും ഇത് വഴിവെച്ചു. എന്നിരുന്നാലും ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തു. ശീതയുദ്ധം അവസാനിച്ചെങ്കിലും ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതായില്ല. ഇന്ന് ലോകത്ത് ഏകദേശം 12,000 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി, ഇറാന്റെ ആണവായുധ മോഹങ്ങൾ, കൂടാതെ യുക്രൈൻ, കൊറിയൻ ഉപദ്വീപ്, പശ്ചിമേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ സംഘർഷങ്ങൾ ആണവായുധ ഭീഷണിയുടെ സാധ്യതകൾ ഓർമ്മിപ്പിക്കുന്നു. അപ്രതീക്ഷിത ലോഞ്ചിങ്, സാധാരണ സംഘർഷങ്ങൾ ആണവ യുദ്ധമായി മാറാനുള്ള സാധ്യത, സൈബർ യുദ്ധം തുടങ്ങിയ പുതിയ വെല്ലുവിളികളും ഇപ്പോൾ നിലവിലുണ്ട്.
ഈ പശ്ചാത്തലത്തിൽ ഹിബാകുഷയുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് 1956 രൂപീകരിച്ച നിഹോൺ ഹിഡാങ്കിയോ എന്ന സംഘടനയുടെ പ്രവർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആണവായുധ വിമുക്തമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിനും ആണവായുധങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് 2024 അവർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ലോകത്തെ ആണവ നയങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും മാറ്റിമറിച്ചു. ആണവായുധ ഭീഷണി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയും വിവിധ സംഘടനകളും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അണുബോംബ് അതിജീവിച്ചവർക്ക് ജപ്പാനിൽ ഉപയോഗിക്കുന്ന പദമാണ് ഹിബാകുഷ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ അതിജീവിച്ച ജപ്പാനിലെ ഹിബാകുഷകളിൽ ഒരാളായ സുൽസോമു യമഗുച്ചിയുടെ അവിശ്വസനീയമായ കഥ ഈ അവസരത്തിൽ അറിയാതെ പോകരുത്. ചരിത്രത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന 2 അണുബോംബ് സ്ഫോടനങ്ങളെയും ഔദ്യോഗികമായി അതിജീവിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. 1945 ഓഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിൽ നേവൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്ന യമഗുച്ചി ഒരു എണ്ണ ടാങ്കറിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് യാത്രയിലായിരുന്നു ഹിരോഷിമയിൽ എത്തിയത്. അന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഹിരോഷിമയിലെ അവസാന ദിവസം. ഭാര്യയുടെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് നാഗസാക്കിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആ ദുരന്തം സംഭവിച്ചത്. ആകാശത്ത് ഒറ്റയ്ക്ക് പറന്നുയരുന്ന ഒരു അമേരിക്കൻ B-29 ബോംബർ വിമാനം. എനോള ഗേ എന്ന വിമാനം കണ്ടപ്പോൾ യമഗുച്ചിക്ക് ഒരു സാധാരണ കാഴ്ചയായി തോന്നിയെങ്കിലും അതിൽ നിന്ന് ഒരു കുഞ്ഞു വസ്തു പാരച്യൂട്ട് ഉപയോഗിച്ച് താഴേക്ക് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സംശയിച്ചു. തൊട്ടു പിന്നാലെ ആകാശം ഒരു വലിയ മിന്നൽ പോലെ പ്രകാശിച്ചു. ലിറ്റിൽ ബോയ് എന്ന ആദ്യ അണുബോംബ് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ നിന്നുള്ള ശക്തമായ പ്രകാശവും താപവും യമഗുച്ചിയുടെ കണ്ണുകളെ തകരാറിലാക്കി. ശരീരത്തിൽ ഗുരുതരമായ പൊള്ളലുകൾ ഏൽപ്പിച്ചു. ശക്തമായ ആഘാതത്തിൽ അദ്ദേഹം ഒരു കിടങ്ങിലേക്ക് തെറിച്ചുപോയി. ബോധം വീണ്ടെടുത്തപ്പോൾ ചുറ്റും നാശം മാത്രം. കെട്ടിടങ്ങൾ തകർന്നു തരിപ്പണമായി. നഗരത്തിന് മുകളിൽ ഒരു ഭീമാകാരമായ കൂൺമേഘം ഉയർന്നു നിന്നു. ആ രാത്രി ഒരു എയർ റെയ്ഡ് ഷെൽട്ടറിൽ അഭയം തേടിയ ശേഷം ഓഗസ്റ്റ് 7 തകർന്ന നഗരത്തിലൂടെ കാൽനടയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. നാഗസാക്കിയിലേക്ക് അദ്ദേഹം അവിടെ നിന്നങ്ങനെ മടങ്ങി. ഓഗസ്റ്റ് 8 വീട്ടിലെത്തിയ യമഗുച്ചിയെ അദ്ദേഹത്തിന്റെ ഗുരുതരമായ പരിക്കുകൾ കാരണം ആദ്യം വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാലും അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 9 അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നിട്ടും മിത്സുബിഷിയുടെ നാഗസാക്കി ഓഫീസിൽ ജോലിക്ക് ഹാജരായി. ഹിരോഷിമയിൽ നടന്നത് എന്താണെന്ന് വിവരിക്കാൻ കമ്പനി ഡയറക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ബോംബ് എങ്ങനെയാണ് ഒരു നഗരത്തെ പൂർണ്ണമായും നശിപ്പിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് രണ്ടാമത്തെ അണുബോംബായ ഫാറ്റ്മാൻ പൊട്ടിത്തെറിച്ചത്. യമഗുച്ചിക്ക് രണ്ടാമതും മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നു. ഹിരോഷിമയിലെ അനുഭവം കാരണം അദ്ദേഹം തൽക്ഷണം തറയിലേക്ക് കുനിഞ്ഞു. ഇത് അദ്ദേഹത്തെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷിച്ചു. ഹിരോഷിമയിലെ കൂൺമേഘം എന്നെ പിന്തുടർന്ന് നാഗസാക്കിയിൽ എത്തിയെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. 2 സ്ഫോടനങ്ങളെയും അതിജീവിച്ചെങ്കിലും അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് ജീവിതത്തിൽ യമഗുച്ചി ഒരു സമാധാന പ്രവർത്തകനായി മാറുകയായിരുന്നു. ആണവായുധങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ലോകത്തോട് അദ്ദേഹം സംസാരിച്ചു. തൻ്റെ കഥയെ ആണവായുധങ്ങൾക്കെതിരെ ശക്തമായ ഒരു സന്ദേശമായി അദ്ദേഹം ഉപയോഗിച്ചു. 2009 ജാപ്പനീസ് സർക്കാർ അദ്ദേഹത്തെ നിജു ഹിബാകുഷ, അതായത് 2 തവണ ബോംബാക്രമണത്തെ അതിജീവിച്ച വ്യക്തി എന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചു. 2010 93-ാം വയസ്സിൽ അദ്ദേഹം വയറ്റിലെ ക്യാൻസർ ബാധിച്ച് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥ മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെയും ആണവയുദ്ധത്തിൻ്റെ ഭീകരതയുടെയും ഒരു അടയാളമായി ലോകമോർക്കും. യമഗുച്ചിക്ക് പുറമെ ഏകദേശം 165 പേർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായിരുന്നുവെന്ന് കരുതുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരേയൊരു വ്യക്തി യമഗുച്ചിയാണ്. ജപ്പാൻ മാത്രമാണ് ലോകത്ത് ആണവാക്രമണത്തിന് ഇരയായ ഏക രാജ്യം. ഓരോ വർഷവും ഓഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയും നാഗസാക്കിയും മനുഷ്യരാശിയുടെ ഒരു ഭീകരമായ പിഴവിനെ ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മകൾ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് നമ്മെ പ്രേരിപ്പിക്കട്ടെ.